ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 316. നമ്മൾ 61ാമത്തെ ഉപനിഷത്തായിട്ട് ഐതരീയോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 3 ഉള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 പറയുകയാണ്, അങ്ങനെ ലോകത്തെയും ലോകപാലകരെയും സൃഷ്ടിച്ച ശേഷം പരമേശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചു, ലോകത്തെ പരിപാലിക്കേണ്ടവരെല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം അത് ചിന്തിച്ചു, ഇനി അവർക്ക് ജീവിക്കുവാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം. മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചാൽ പോരല്ലോ, അവർക്ക് തിന്നാൻ വല്ലതും ഉണ്ടെങ്കിലല്ലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതേ ഭോഗവസ്തുക്കൾ ഉണ്ടാക്കണം. അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത്തരം ഭോഗവസ്തുക്കളെല്ലാം ഉണ്ടാക്കണം. കാരണം വിശപ്പും ദാഹവും എല്ലാം ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുന്ന പ്രകൃതിയിലെ ഭോഗവസ്തുക്കളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടി തന്നെയാണ് പ്രകൃതിയായിട്ട് മല്ലടിക്കുന്നത്. അദ്ദേഹം അതിനാൽ അന്നം സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. ഈ 2 പറയാണ്, അതിനുശേഷം അദ്ദേഹം സൂക്ഷ്മഭൂതങ്ങളെ തപിപ്പിച്ചു. സൂക്ഷ്മഭൂതം എന്ന് പറയുമ്പോഴാണ് ഇത് പ്ലാനാണ്. പ്ലാനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പം പ്ലാനിനെ തപിപ്പിച്ചിട്ട് അതുവഴി അദ്ദേഹത്തിന് സകലർക്കും അവർക്ക് ആവശ്യമുള്ള സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നും സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാക്കി. ആ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നും ആ പ്ലാൻ അനുസരിച്ച് അവർക്ക് എന്തെല്ലാം വേണോ, അവിടെയുള്ള ജീവജാലങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം അത്തരം സ്ഥൂല വസ്തുക്കളെല്ലാം ഉണ്ടാക്കി. ഉദാഹരണമായിട്ട് നമ്മളൊരു ഓഫീസ് തുടങ്ങുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം വേണം, അവിടുത്തെ ജീവനക്കാർക്കെല്ലാം. അപ്പം ക്യാൻറ്റീൻ ഉണ്ടാക്കും, ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വേണം എന്നെല്ലാം തീരുമാനിക്കുക. അതിലെല്ലാം ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക. ആദ്യം ഓഫീസ് തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ഓഫീസിൻ്റെ ഒരു പ്ലാന്, അതിന് വേണ്ട ആൾക്കാർക്ക് എന്തെല്ലാം ഓരോ സമയത്ത് വേണം, അതിനുള്ള ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വേണം എന്നെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകണം. അപ്പം അതാണ് പ്ലാനാണ് സൂക്ഷ്മതത്വം. അതിൽ നിന്ന് സ്ഥൂല വസ്തുക്കൾ ഉണ്ടായി. അപ്പം മനുഷ്യർക്ക് എന്തെല്ലാം വേണം, വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. കാരണം ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നും ആ സൂക്ഷ്മമായ പ്ലാനിൽ നിന്നും സ്ഥൂലമായ വസ്തുക്കളെല്ലാം അദ്ദേഹം ഉണ്ടാക്കി. എല്ലാ ദേവതകൾക്കുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അവർക്കെല്ലാമുള്ള അന്നങ്ങൾ ഉണ്ടായി. 3 പറയാണ്, അങ്ങനെയുണ്ടായ അന്നം അത് തൻ്റെ മൂലനാശം വരുത്തുമെന്ന് കണ്ടിട്ട് എല്ലാവരും കൂടിയിട്ട് അതിനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ് എന്തായി പോകും, ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അത് പേടിച്ചിട്ട് അതിൽ നിന്ന് മോചനത്തിനായി അത് പിന്തിരിഞ്ഞോടി. അത് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി പേടിച്ചിട്ട്. കാരണം എല്ലാവരും കൂടി ഇതിനെ അന്നത്തെ പിടിച്ച് തിന്നാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അന്നം ഇല്ലാതായി പോയില്ലേ. അതുകൊണ്ട് അത് പിന്തിരിഞ്ഞോടി എന്ന് പറഞ്ഞാൽ കഥരൂപത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ മനുഷ്യരൂപത്തിൽ ജനിച്ച ജീവാത്മാവ്, നമ്മിലെ ജീവാത്മാവ് എന്ത് ചെയ്തു? വാക്കുകൊണ്ട് അതിനെ പിടിച്ച് തിന്നാൻ നോക്കി. വാക്ക് മുഖാന്തരം അവയെ പിടിക്കാൻ ശ്രമിച്ചു. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ വാവാന്നല്ല പറയാ. പിടിച്ചു തിന്നാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്ന ഒരു കാര്യമുണ്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ പിടിച്ചു തിന്നുക. അതുപോലെ വാക്കുകൊണ്ട് അതിനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ വാണിക്ക് അതിനെ പിടിക്കുവാനായില്ല. പക്ഷെ വാക്കുകൊണ്ട് അതിനെ പിടിക്കാൻ പറ്റിയില്ല. ആയിരുന്നുവെങ്കിൽ വാണിദ്വാര മനുഷ്യരുടെ വയർ നിറയുമായിരുന്നു. അങ്ങനെ പിടിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ നല്ല ഭക്ഷണം ഞാൻ നല്ലവണ്ണം കഴിച്ചു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറയും. വാക്കുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഒരു ഭക്ഷണം കാണുമ്പോൾ കൊള്ളാം, നല്ല കാണാൻ നല്ല ചന്തമുണ്ട് ആ ഭക്ഷണം, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറയോ? ആവില്ല. അപ്പം വാക്കുകൊണ്ട് പറ്റില്ല. ഇനി 4, അപ്പോഴവൻ പ്രാണൻ മൂലം പിടിക്കുവാൻ ശ്രമിച്ചു. പ്രാണൻ എന്ന് പറഞ്ഞാൽ മൂക്കിലൂട്ടിയല്ലേ പ്രാണൻ പോകുന്നത്. ആ പ്രാണനെ കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മണത്തു നോക്കിയിട്ട് പിടിക്കാൻ ശ്രമിച്ചു. നമ്മളൊരു ഭക്ഷണം കാണുമ്പോൾ നല്ല മണം, അങ്ങനെ നല്ല മണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വയറ് നിറയോ? ഇല്ല. അങ്ങനെ പറ്റിയിരുന്നുവെങ്കിൽ അവന് മനുഷ്യന്
മണത്തുകൊണ്ട് വയർ നിറക്കുവാനാകുമായിരുന്നു. മണത്തും കൊണ്ട് പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മണത്തിട്ടാ നല്ല മണമുള്ളൊന്ന് വലിച്ചു കയറ്റിയാൽ മതി, അപ്പം വയറ് നിറയുമായിരുന്നു. അപ്പം അത് സാധിച്ചില്ല. 5 പിന്നെ മനുഷ്യൻ കണ്ണുകൊണ്ട് പിടിക്കുവാൻ ശ്രമിച്ചു, അതും പറ്റിയില്ല. കണ്ണുകൊണ്ട് നോക്കിയിട്ട്, ഇപ്പം നോക്കി നുണയുക എന്നെല്ലാം പറയുന്ന വാക്കില്ലേ, നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല ആ കുപ്പി ഭരണിയിലെല്ലാം നല്ല ഇതെല്ലാം കിടക്കുന്നു. ഇപ്പം ബേക്കറിയിലെല്ലാം പോയി കഴിഞ്ഞാൽ കണ്ടാൽ ആ കാണുന്ന തന്നെ ഒരു എന്തോ ഒന്നുണ്ട്. പക്ഷെ കണ്ണുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കാം, പക്ഷേ പറ്റിയില്ല. പറ്റുമായിരുന്നെങ്കിൽ അവൻ നോക്കിക്കൊണ്ട് തൃപ്തി അടയുമായിരുന്നു. കണ്ണുകൊണ്ട് പിടിക്കാൻ പറ്റുമായിരുന്നു, അവൻ നോക്കിയിട്ട് തൃപ്തി അടഞ്ഞിട്ട് കൊള്ളാം, എനിക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞു എന്നും പറഞ്ഞ് വരുമായിരുന്നു. അതും പറ്റിയില്ല. 6 ചെവി മുഖാന്തരം പിടിക്കുവാൻ ശ്രമിച്ചു. ചെവി എന്ന് പറഞ്ഞാൽ കേൾവി. ആൾക്കാർ പറയും അവിടെ ഇല്ല നല്ല ബിരിയാണി കിടക്കുന്ന ആ കടയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു എന്തോ ഇത് തോന്നും. അതുകൊണ്ട് നമ്മളെ വയറ് നിറയില്ല. പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് ശ്രവണം മൂലം തൃപ്തിപ്പെടുവാനായിരുന്നു, അതും പറ്റുന്നില്ല. അവൻ തൊക്കുകൊണ്ട് 7 അവൻ പിന്നെ തൊക്കുകൊണ്ട് പിടിക്കുവാൻ ശ്രമിച്ചു. തൊക്കുകൊണ്ട് തൊട്ടു നോക്കിയിട്ട് അതിനും സാധിച്ചില്ല. കാരണം നല്ല ഭക്ഷണം ഉണ്ട്, ആ തൊട്ട് നോക്കിയാൽ നല്ല വേവെല്ലാം നമ്മളെങ്ങനെയാണ് നോക്കുന്നത്, അരിയെല്ലാം കൈ കൊണ്ടാ നല്ലോണം വെന്തിട്ടുണ്ട് എന്ന് നോക്കും. പക്ഷെ അതുകൊണ്ട് വയറ് നിറയില്ല. അപ്പം കൈ കൊണ്ട് തൊട്ട് സ്പർശിച്ചിട്ട് നോക്കി, പക്ഷെ അതും പറ്റിയില്ല, തൃപ്തിപ്പെടാനായില്ല. തൊക്കുകൊണ്ട് സ്പർശിച്ചിട്ടും അവന് തൃപ്തി വന്നില്ല. പിന്നെ മനുഷ്യൻ മനസ്സുകൊണ്ട് വശീകരിക്കാൻ ആഗ്രഹിച്ചു. മനസ്സുകൊണ്ട് ആ കിട്ടിയാൽ കൊള്ളായിരുന്നു, നല്ല അവിടെ കിടക്കുന്ന ഭക്ഷണം, നല്ല ഭക്ഷണം അവിടെ അതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് വശീകരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അതുകൊണ്ടും അവന് മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നുകൊണ്ടൊന്നും വയറ് നിറയില്ല. പിന്നെ അവൻ ഉപസ്ഥം, ലിംഗം മുതലായവ കൊണ്ട് പിടിക്കാൻ നോക്കി. പക്ഷേ അതല്ല, അന്നത്തെ ഉപേക്ഷിച്ചു. കാരണം അതുകൊണ്ട് തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല. പിന്നെ 10 പറയാണ്, അനന്തരം മുഖത്തിൻ്റെ ദ്വാരത്തിൽ കൂടി അപാനവായുവോടുകൂടി, അപാനവായു എന്ന് പറഞ്ഞാൽ നമ്മളെ നാഡീ സിസ്റ്റമാണ് വായിലൂട്ടി എടുത്തിട്ടങ്ങ് വയറ്റിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഒരു വലിയ നാഡീ സിസ്റ്റം അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അപാനവായു. അത് അന്നത്തെ തൻ്റെ ശരീരത്തിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിനത് സാധിക്കുകയും ചെയ്തു. അന്നത്തെ വായിലൂടെ അപാനവായു ഇല്ലെങ്കിൽ നമ്മൾ വായിൽ വെച്ച് കൊടുത്താൽ അങ്ങോട്ട് പോകില്ല. അപ്പം അങ്ങോട്ടേക്ക് പോകേണ്ടിക്ക് ഒരു നമ്മളവരുടെ നാഡികൾ, ഈ വായയിലുള്ള വായ, തൊണ്ട, ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന മസിലുകളെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു നാഡീവ്യൂഹമുണ്ട്. അതാണ് അപാനവായു. അതിലൂടെ അവൻ ഭക്ഷണത്തെ അകത്തേക്ക് എടുത്തു. അതിലൂടെ ശ്വാസവും കൂടി എടുത്തിട്ടുണ്ട്, മൂക്കിലൂടെ ശ്വാസവും എടുത്തിട്ടുണ്ട്. അപ്പം വായിലൂടെ ഭക്ഷണവും മൂക്കിലൂടെ ശ്വാസവും വേണം. ഭക്ഷണം മാത്രം മതിയാ. മൂക്ക് പിടിച്ചെറിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കുകയില്ല. അപ്പം ശ്വാസവും ഉണ്ടാവണം. ശ്വാസവും കൂടിയിട്ട്, രണ്ടും കൂടിയിട്ടാണ് ഭക്ഷണമായി മാറുന്നത്. അങ്ങനെ രണ്ടും കൂടി അകത്ത് കടന്നിട്ട് ശ്വാസോച്ഛ്വാസവും കൂടി അവൻ അകത്തേക്ക് എടുത്തു. അങ്ങനെ ശ്വാസത്തിന്റെ സഹായത്തോടു കൂടി അവൻ അകത്തേക്കെടുത്ത അന്നത്തെ ആ ജീവന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. അവനിലെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്വാസവും വായിലൂടെ എടുക്കുന്ന അപാനവായു എന്ന ആ നാഡീവ്യൂഹത്തിലൂടെ അതിനെ അകത്തേക്കെടുത്തിട്ടാണ് അവൻ ജീവനെ സംരക്ഷിക്കുന്നത്. അതാണ് ആയുസ്സായിട്ട് മാറുന്നത്. അപ്പൊ ആയുസ്സുള്ള കാലത്തോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതാണ് ആയുസ്സായി മാറിയത്. അങ്ങനെ വായുവിൻ്റെ 5 രൂപത്തിൽ അത് പ്രതിഭാസിക്കുന്നുണ്ട്. ഈ വായു തന്നെ
ഈ ഭക്ഷണത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയെല്ലാമായിട്ട് 5 തരത്തിലുള്ള വായുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ, അപാനൻ എന്നീ തരത്തിലുള്ള വായുക്കളെല്ലാം അതായത് കൺട്രോളിങ് സിസ്റ്റം എല്ലാം ഉണ്ട്. നാഡികളെ കൺട്രോൾ ചെയ്യാൻ, വയറിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ 5 തരം പ്രധാന വായുക്കൾ നമ്മൾ നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതിനാലാണ് പ്രാണൻ തന്നെയാണ് മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്. അതായത് നാഡികളിലൂടെ നടക്കുന്ന ആ പ്രാണവായുവും മൂക്കിലൂട്ടി എടുക്കുന്ന പ്രാണവായുവും പിന്നെ ഭക്ഷണവും ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ആയുസ് ഉള്ള കാലത്തോളം വരെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. 11 അങ്ങനെ മനുഷ്യൻ ആഹാരം സ്വീകരിക്കാൻ പഠിച്ചപ്പോൾ പരമേശ്വരൻ ചിന്തിച്ചു. അപ്പം പരമേശ്വരൻ കണ്ട അവൻ ഭക്ഷണം എടുക്കാനല്ല ശീലിച്ച്, തിന്നാൻ ശീലിച്ചു. അപ്പോൾ പരമേശ്വരൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ എന്നെ കൂടാതെ എങ്ങനെ ജീവിക്കും? ഞാനില്ലാതെ അവന് ജീവിക്കാൻ പറ്റൂ? കാരണം മനുഷ്യൻ എന്നെ കൂടാതെ എങ്ങനെ ജീവിക്കും? ഞാനില്ലാതെ ലോകത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കും? ഞാനില്ലാതെ ഈ ലോകം തന്നെ ഞാനാണ് ആയി മാറിയത്. അപ്പൊ ഞാനില്ലാതെ ഈ ലോകത്തിൽ അവന് ഉറച്ചു നിൽക്കാനൊന്നും പറ്റില്ല. കൂടാതെ എൻ്റെ സഹായമില്ലാതെ അവന് അവൻ്റെ വാക്കുകൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാനില്ലാതെ അവൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റില്ല, ചെവികൾക്ക് കേൾക്കാൻ പറ്റില്ല, കാണാനോ കേൾക്കാനോ കൈകൾക്ക് സ്പർശിച്ചു നോക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം അതിൻ്റെ അകത്ത് ആരുണ്ട്? പരമേശ്വരൻ ഉണ്ട്. ഇപ്പം ഞാനില്ലാതെ ഇതെല്ലാം അവൻ അന്നയിൽ ഉണ്ടാക്കി കൊടുത്താലും ഞാനില്ലാതെ ഈ അവയവങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് അകത്ത് കയറിയിട്ട് ജീവാത്മാവായിട്ട് ഇരുന്നിരിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പരമേശ്വരന്റെ പ്രസൻസിൽ മാത്രമേ സൂര്യന് പോലും ചൂട് പുറത്തേക്ക് വിടാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്കും പ്രവർത്തിക്കണമെങ്കിൽ ആ പരമേശ്വരൻ, ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തിവിശേഷം നമ്മൾ ഉള്ളിലിരുന്നു കൊണ്ടാണ് പിന്നെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ലേ? അതേപോലെ ജനനേന്ദ്രിയം വഴി മൂത്രമൊഴിക്കാനും ഒന്നും പറ്റില്ല. എന്നെ കൂടാതെ ഇതെല്ലാം അസംഭവ്യമാണ്. ഒരവയവത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനാൽ ഞാൻ പാദം വഴിയിലോ മസ്തകം വഴിയിലോ അവനിൽ പ്രവേശിക്കും. അതിലേതിൽ കൂടി പ്രവേശിക്കണമെന്നാണ് നീ ചിന്തിച്ചു. അപ്പം ഞാനും ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ആ പരമാത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവായിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം. അതുകൊണ്ട് അത് ചിന്തിച്ചോ, ഞാൻ കാലിൻ്റെ അടിയിലൂട്ട കയറണോ മൂർധാവിലൂട്ട കയറണോ എന്നത് തീരുമാനിച്ചു. 12 അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ അതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ്റെ ബ്രഹ്മരന്ധ്രം, തലയിലെ ബ്രഹ്മരന്ധ്രത്തെ പിളർന്നിട്ട് അതിൽ കൂടി അവനിലേക്ക് പ്രവേശിച്ചു, ശരീരത്തിൽ പ്രവേശിച്ചു. ഈ ദ്വാരത്തിനാണ്, ഇവിടെ ഒരു ദ്വാരമുണ്ട് മൂർധാവിൽ, അതിനാണ് വിധൃത എന്ന പേർ പ്രസിദ്ധമായി. അത് ആനന്ദദായകമാണ്. അത് പരമേശ്വരനെ പ്രാപ്തിക്കുള്ള സ്ഥാനമാണ്. പരമേശ്വരന്റെ പ്രാപ്തിക്ക് പ്രാധാന്യമുള്ള, അതിലൂടെയാണ് ആ പരമേശ്വരൻ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കൊണ്ട് ആ മൂർധമാണ് പരമേശ്വരനെ പ്രാപിക്കാനുള്ള പ്രധാന വഴി. അങ്ങനെ 3 സ്ഥാനങ്ങൾ പരമേശ്വര പ്രാപ്തിക്കായിട്ടുണ്ട്. 3 സ്ഥാനങ്ങൾ. അതേതാണ്? അതോടൊപ്പം 3 സ്വപ്നങ്ങളും 3 വിധം ഉണ്ട്. ഒന്ന് ഹൃദയാകാശം. ഹൃദയമാകുന്ന ആകാശത്തിലാണ് ആ പരമേശ്വരൻ ഇരിക്കുന്നത്. അതായത് അത് മൂർധാവിലൂടെ കയറിയിട്ട് ഹൃദയത്തിലാണ്, അവിടെ വെച്ചിട്ടാണ് എല്ലാ ആക്ടിവേഷനും ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് ഹൃദയാകാശം എന്ന് പറയുന്നു, അദ്ദേഹത്തെ പ്രാപിക്കുവാനുള്ള ദ്വാരമാണ്. അതിൽ കൂടി രണ്ടാമത്തേത് വിശുദ്ധാകാശം. അതില് സത്യലോകം, ദശാലോകം, ബ്രഹ്മലോകം, കൈലാസം മുതലായ പേരിൽ അറിയപ്പെടും. ഇതിൽ നിന്നും
അത് എവിടത്തേക്കാണ് ഉയർന്നു പോകുന്നത്? സത്യലോകത്തിലേക്ക്. പ്രപഞ്ചവുമായിട്ട് എല്ലാം ബന്ധപ്പെടുന്ന ഒരു വഴിയാണ് ഇത്. ഇപ്പം ബ്രഹ്മപ്രാപ്തിക്ക് നമ്മളെ ഹൃദയത്തിൽ തന്നെ ചിന്തിച്ചിട്ട് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുമ്പം അത് ഉണർന്നിട്ട് ഈ ബ്രഹ്മരന്ധ്രം വഴിയാണ് അങ്ങ് 3 ലോകങ്ങളിലേക്ക് മുകളിലുള്ള ഈ സത്യലോകത്തിലേക്കെല്ലാം ബന്ധപ്പെടുന്നത്. അതിനെ കൈലാസം എന്ന പേരിലെല്ലാം പറയുന്നത് ആ ലോകത്തെ ഉദ്ദേശിച്ചാണ്. ഇനി അതിൻ്റെ 3 സ്വപ്ന അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഈ ജഗത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപമായ 3 അവസ്ഥകളാണ് അതിൻ്റെ 3 സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സ്ഥൂലം എന്ന് പറയുന്നതിലാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉള്ളത്, ഈ 14 ലോകങ്ങൾ. അതിൻ്റെ പിന്നിലൊരു ശക്തി വിശേഷമുണ്ട്, അത് സൂക്ഷ്മം. പിന്നെ ഇതിനുള്ള കാരണവും. ഇതാണ് 3 സ്വപ്നങ്ങൾ. ഇനി 13 പറയുകയാണ്, ഇങ്ങനെയാണ് ഈ മനുഷ്യനുണ്ടായത്. ഇങ്ങനെയുണ്ടായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഉള്ളിൽ പറഞ്ഞു, ഈ വിരിച്ച ജഗത്തിനെ സൃഷ്ടിച്ചത് ഇവിടെ മറ്റാരാണ്? ഈ വിചിത്രമായ ഈ ലോകത്തെ സൃഷ്ടിച്ചത് വേറെ ആരാണ്? വേറെ ആർക്കും ഇത് സൃഷ്ടിക്കാൻ പറ്റൂല. ഇത് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. എനിക്ക് ഈ സൃഷ്ടിയായിട്ട് ഒരു ബന്ധു ഇല്ല. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം പ്രപഞ്ചം സൃഷ്ടിച്ച ആരാണ്? അതിന് തന്നെയാണ് ഞാൻ ഉണ്ടാകുന്നതിനും കാരണം. അത് ഞാനല്ല. എനിക്കെങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ? കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പം എനിക്ക് പ്രപഞ്ചത്തെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമുള്ളത് കൊണ്ട് അതിന് കാരണമായി ഒരു ശക്തിയുണ്ട്, അത് സൃഷ്ടാവ്. അത് ഉണ്ടാകണം. ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ട്, ഈ പ്രപഞ്ചവും ഞാനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ആരാണ്? അതിനാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവന് എന്തുണ്ട്? എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ആർക്ക്? അത് ഋഷികൾക്കാണ് പ്രത്യേകത. ഇത് മനുഷ്യൻ പറയുന്നതാണ്. മനുഷ്യരിൽ ആ ബ്രഹ്മസാക്ഷാത്കാരം പ്രാപിച്ചവൻ പറയുന്ന കാര്യമാണ്, അല്ലാതെ നമ്മൾ പറയില്ല. നമ്മൾ പറയും ഞാൻ തന്നെ ഇതെല്ലാം കാര്യം, ഇതിൻ്റെ എല്ലാം ആള് ഞാനാണെന്ന് പറയും. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ പറയും, ഈ വിരിച്ച ജഗത്തിനെ സൃഷ്ടിച്ചത് മറ്റാരാകാനാണ് വഴി? ആരുമില്ല, വേറെ ആരുമില്ല. ഈ ജഗത്ത് സൃഷ്ടിച്ച ഒരൊറ്റ ശക്തിയാണ്, ഞാനല്ല. ഞാൻ ഈ ജഗത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഞാനും ഈ ജഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ആ ബ്രഹ്മം. അതാകട്ടെ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ തന്നെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ അതിനെ എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അവൻ ഉള്ളിൽ തന്നെ ചിന്തിച്ചിട്ട് അവനത് കണ്ടെത്തുമ്പോൾ അവൻ പറഞ്ഞു പോവുകയാണ്, അയ്യോ സൗഭാഗ്യം, ഞാൻ പരബ്രഹ്മ പരമേശ്വരനെ കണ്ടിരിക്കുന്നു, അതുവഴി ഞാൻ സാക്ഷാത്കാരം നേടിയിരിക്കുന്നു. അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴേ ഈ അവസ്ഥ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. അത് നേടുമ്പോൾ അവൻ തന്നെ പറയുകയാണ്, അയ്യോ സൗഭാഗ്യം, ഞാൻ പരബ്രഹ്മ പരമേശ്വരനെ കണ്ടിരിക്കുന്നു. എവിടെ? ഹൃദയത്തിൽ. അതുമായിട്ട് സാക്ഷാത്കാരം പ്രാപിച്ചിരിക്കുന്നു. ഇനി 14. അതുകൊണ്ട് അവൻ തന്നെ പറയുകയാണ്, ഈ ഋഷികൾ, ഇത് തിരിച്ചറിച്ച ഋഷികൾ പറയുകയാണ്, തൻ്റെ തന്നെ ഉള്ളിലുള്ള ആ പരമേശ്വരൻ്റെ നാമം. അതുകൊണ്ട് ഋഷികൾ പറയുന്നു, തൻ്റെ തന്നെ ഉള്ളിലുള്ള ആ പരമേശ്വരൻ്റെ നാമം ഇതന്ത്ര എന്നാണ്. ഇതന്ത്ര. ആ ഇതന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം
ഇവൻ ഇവനെ ഞാൻ ആദ്യമേ കണ്ടിരിക്കുന്നു. ഇതന്ത്ര എന്ന് പറയാൻ കാരണം ആ വാക്കിൻ്റെ അർത്ഥം ഇവനെ ഞാൻ ആദ്യമേ കണ്ടിരിക്കുന്നു. എങ്കിലും മനുഷ്യൻ ഇതിൻ്റെ പരോക്ഷാവസ്ഥയിൽ അവൻ്റെ അവസ്ഥയിൽ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ശരിയായ പേര് എന്താണെന്ന് വെച്ചാൽ ഇതന്ത്ര എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ ആദ്യമേ കണ്ടിരിക്കുന്നു. ആദ്യമേ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ എന്താണോ ഉള്ളത് അതിനെ ആണ് ഇതന്ത്ര എന്ന് പറയുന്നത്. ആദ്യമേ കണ്ടിരിക്കുന്നു. ആദ്യം പ്രപഞ്ചത്തിൽ എന്താണോ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് ഇതന്ത്രൻ എന്ന് പറയുന്നത്. പക്ഷേ പരോക്ഷഭാവത്തിൽ സാമാന്യ ജനങ്ങളെല്ലാം സാധാരണ നിലയിൽ അവനെ ഇന്ദ്ര എന്ന് വിളിക്കുന്നു. കാരണം ദേവഗണങ്ങൾക്കടക്കം ചുരുക്കി വിളിക്കാനാണ് ഇഷ്ടം. നമ്മളെല്ലാം ചുരുക്കി ചുരുക്കി ഓരോന്ന് വിളിക്കും. നമ്മൾ പറയുന്നതിന് ഞമ്മ ഞമ്മ എന്നെല്ലാം പറയല്ലോ ചില സ്ഥലത്ത്, ചുരുക്കി പറയുക. അത് ദേവകൾക്കടക്കം ഇഷ്ടമാണെന്ന് പറയുകയാണ് ഈ ചുരുക്കി പറയുന്നത്. അങ്ങനെ ഇതന്ത്ര എന്ന് വിളിക്കുന്നതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഇവനെ ഞാൻ ആദ്യമേ കണ്ടിരിക്കുന്നു എന്നാണ്. അതായത് ഈ ബ്രഹ്മത്തെ, പരബ്രഹ്മ പരമേശ്വരനെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലുള്ള ആദ്യത്തെ സംഗതിയായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് ഇതന്ത്ര. അതിനെ സാധാരണ ജനങ്ങൾ പരോക്ഷഭാവത്തിൽ എന്ത് വിളിക്കുന്നു? ഇന്ദ്ര എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ദ്രൻ ആരാണ്? നമ്മളെ എല്ലാം ഉള്ളിൽ നിന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന, അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളിൽ ഇന്ദ്രനാണ് ഏറ്റവും വലിയ ദേവത. പക്ഷെ പുരാണ കഥകളിലെല്ലാം വരുമ്പോൾ പിന്നോട്ടേക്ക് പോയി.